ഓണം അടുത്തെത്തിയിട്ടും പ്രവാസികൾക്ക് ആശ്വാസമില്ല. 3 മാസത്തെ പ്രവാസി ക്ഷേമ പെൻഷൻ കുടിശ്ശികയായതോടെ ആയിരക്കണക്കിന് പ്രവാസി കുടുംബങ്ങളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. കുടിശ്ശിക തുക ഉടൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംഘടന രംഗത്തെത്തി. അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം. 3 മാസമായി പ്രവാസി ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് പെൻഷൻ അടിയന്തരമായി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള പ്രവാസി സംഘടന ഭാരവാഹികൾ ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയെ നേരിൽ കാണുകയും ഓഫീസിൽ കയറി ഇറങ്ങുകയും ചെയ്തു. എന്നിട്ടും ഇതുവരെയും ഒരു ഫലവും ഉണ്ടായിട്ടില്ല. സർക്കാർ നയം മൂലം പ്രവാസികളുടെ ഓണാഘോഷം ദുരിതത്തിലായി. കുടുംബത്തിനൊപ്പം ഓണം ആഘോഷിക്കാനുള്ള പ്രവാസികളുടെ അവകാശത്തെയാണ് സർക്കാർ ഇപ്പോൾ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യ ഓണം എന്ന പ്രത്യേകത കൂടിയുണ്ട്. ആദ്യ ഓണത്തിനാണ് പ്രവാസികൾക്ക് പെൻഷനായി കാത്തിരിക്കേണ്ടി വരുന്നത്. പെൻഷൻ ലഭിച്ചില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് കേരള പ്രവാസി സംഘത്തിന്റെ തീരുമാനം. പെൻഷൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് നേരത്തെ സംഘടന സൂചനാ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. പെൻഷൻ മുടങ്ങിയത് കാരണം 96,000 കുടുംബങ്ങളെയാണ് നേരിട്ട് ബാധിച്ചിരിക്കുന്നത്. കൂടാതെ കോൺഗ്രസ് ലീഗ് തർക്കം കാരണം പ്രവാസി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളെയും ഇതുവരെയും നിയമിച്ചിട്ടില്ല. ജനം, തിരുവനന്തപുരം.